ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് കണ്ടിന്യൂ ആണ് ഫ്രം ലാസ്റ്റ് സെക്ഷൻ. ഇന്ന് പുതിയൊരു ടോപ്പിക്ക് പഠിക്കാൻ പോവുകയാണ്. അത് പണ്ട് പഠിച്ച അതേ ടോപ്പിക്ക് തന്നെയാണ് ആക്ച്വലി ഇന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു വേറെ രീതിയിലാണ് നമ്മളിന്ന് നോക്കിക്കാണുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് പഠിക്കുന്ന ഐഡിയേൻ്റെ പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയും. സോ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ, നിങ്ങൾക്കിപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റി പറയാൻ പറ്റും. എന്താ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു രണ്ട് മാഗ്നറ്റ്സ് അടുത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ഈ മാഗ്നറ്റ്സിനെ തമ്മി മുട്ടിക്കണോ, നമ്മൾ അതിൻ്റെ തമ്മിലുള്ള ഫോഴ്സ് എക്സേർട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അത് തമ്മിലുള്ള അട്രാക്ഷൻ നമുക്ക് ഒരു ഡിസ്റ്റൻസിൽ തന്നെ അതായത് കോൺടാക്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ അതിൻ്റെ ചുറ്റും അപ്പോൾ എന്തെന്നുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മാഗ്നറ്റിന് ചുറ്റും എന്തോ ഒരു കൈൻഡ് ഓഫ് ഫീൽഡ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, എന്തോ ഒരു പ്രസൻസ് ഓഫ് സംതിങ്. സോ അത് ഉണ്ടായതുകൊണ്ടാണ് അത് വേറൊരു മാഗ്നറ്റ് അതിൻ്റെ അടുത്ത് വരുന്നതിന്, അത് ടച്ച് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇലക്ട്രിക് ചാർജസും അതിൻ്റെ ചുറ്റും ഒരു ഫീൽഡ് ഉണ്ടാക്കും. അതായത് ആ ഫീൽഡിലേക്ക് നമ്മൾ വേറെ ഏതെങ്കിലും ചാർജ് വന്നു കഴിഞ്ഞാൽ അത് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ഓക്കെ, സോ അത് നമ്മൾ കുളംസ് ലോ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. കുളംസ് ലോ പറഞ്ഞ എല്ലാ ഐഡിയാസും ഇപ്പോഴും സ്റ്റിൽ വാലിഡ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ട് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഐഡിയ മാത്രമാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ എപ്പോഴുള്ള കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് ഇത് നമ്മുടെ എക്സ് ആക്സിസ് ആണ്, ഇത് നമ്മുടെ വൈ ആക്സിസ് ആണ്. ഇവിടെ ഒറിജിനിൽ നമ്മളൊരു ചാർജ് വെക്കുന്നു, ലെറ്റ്സ് എ Q1. ഓക്കെ, ഒറിജിനിലാണ് ചാർജ് ഉള്ളത്. സോ ഈ ഒറിജിനൽ ചാർജ് ഉണ്ടെന്നുള്ളതിൻ്റെ ഇൻഫ്ലുവൻസ്, അതായത് ഈ ചുറ്റുമുള്ള സ്പേസിൽ ഇപ്പോൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പോയിന്റ്, ലെറ്റ്സ് എ ഈ ഒരു പോയിന്റ് P എന്ന് പറഞ്ഞ പോയിന്റ്, ഈ പോയിന്റ് Pയിൽ Q1 ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു അതായത് പ്രൂഫ് എങ്ങനെ നമുക്ക് കിട്ടുക, അതായത് ഈ Q1 ഞാനിവിടെ വെച്ചിട്ടുണ്ട്, അത് പോയിന്റ് Pയിൽ ഉണ്ടെന്നുള്ളതിൻ്റെ പ്രൂഫ് എങ്ങനെ നമുക്ക് കിട്ടുക. നമ്മളവിടെ വേറൊരു ചാർജ് വെച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ ഒരു ന്യൂട്രൽ ബോഡി കൊണ്ടുപോയിട്ട് P കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാകത്തില്ല, അത് അവിടെ തന്നെ ഇരിക്കും. പക്ഷേ അതേ സമയത്ത് നമ്മൾ വേറൊരു ചാർജ്, ലെറ്റ്സ് സേ Q2 എന്നൊരു ചാർജ് കൊണ്ട് വെച്ചു. Q2 എന്നൊരു ചാർജ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, Q1 Q2നെ റിപ്പൽ ചെയ്യും. ഓക്കെ, അത് നമുക്കറിയാം. അപ്പോൾ ആ റിപ്പൾസീവ് സംഭവം നമ്മളൊന്ന് എഴുതുകയാണ്. സോ Q2ൻ്റെ പൊസിഷൻ വെക്റ്റർ, അതായത് Q2 ഇവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ പൊസിഷൻ വെക്റ്ററാണ് R വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കുളംസ് ലോ എഴുതാൻ പറ്റും. കുളംസ് ലോയിൽ എങ്ങനെ എഴുതുക, ഇപ്പോൾ ഈ കേസിനകത്ത് കുളംസ് ലോ, അതായത് ഫോഴ്സ് എക്സേർട്ടഡ് നമ്മൾ മനസ്സിലാക്കാം. ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ 2 ഡ്യൂ ടു 1, അതായത് ഫോഴ്സ് ഓൺ 2 ചാർജ് 2 ഡ്യൂ ടു ദ ചാർജ് 1 Q1, അതാണ് ഉദ്ദേശിച്ചത്. അതെന്ന് പറയുന്നത് നമ്മൾ എന്താ എഴുതുക, 1/4πε0 Q1 Q2 R². ഇത് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാൻ പോവാണ്. സോ Q1 Q2 എന്നുള്ളതിനകത്ത് ഞാനിപ്പോൾ Q1 മാത്രം എഴുതാം. Q1 പിന്നെ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ ലെങ്ത്ത്, ഈ വെക്റ്ററിൻ്റെ ലെങ്ത് ആണല്ലോ ഇതിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ അല്ലേ, ഇതാണ് വെക്റ്റർ. അപ്പോൾ അതിൻ്റെ ലെങ്ത് ആണ് ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. സോ R വെക്റ്റർ മോഡുലസ് സ്ക്വയർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ Q2 ഞാൻ ഇവിടെ എഴുതുന്നത് Q2 മൾട്ടിപ്ലൈഡ് ബൈ Q2 ഇൻറ്റു ദ ഡയറക്ഷണൽ ആസ്പെക്ട്. ഡയറക്ഷൻ എങ്ങോട്ടത്തേക്ക്, R വെക്റ്ററിൻ്റെ ഡയറക്ഷനിലാണ് ഉള്ളത്. സോ ഡയറക്ഷൻ, ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഒരു യൂണിറ്റ് വെക്റ്റർ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ R വെക്റ്റർ ബൈ മോഡുലസ് R വെക്റ്റർ എന്ന് പറയാൻ പറ്റും. അതാണ് ഈ വെക്റ്ററിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഡയറക്ഷൻ നമ്മളിപ്പോൾ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് എഴുതിയത്, ഡയറക്ഷൻ അപ്പോൾ എന്തെന്നാ, ആ ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ഷൻ കിട്ടും. അതിൻ്റെ ഡയറക്ഷനാണ് R വെക്റ്റർ ബൈ മോഡുലസ് R വെക്റ്റർ. ഇത്ര എഴുതി. ഓക്കെ, സോ ഇതിനെ ഞാൻ രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു സാധനത്തെ പറയുന്ന പേരാണ്, ഈ ഒരു ക്വാണ്ടിറ്റീനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഫീൽഡ്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി, സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രിക് ഫീൽഡും ഞാൻ ഈ ഡയറക്ഷണൽ ആസ്പെക്ട് ഇതിലേക്ക് എടുക്കുകയാണ്. സോ അതെന്ന് പറയുന്നത് 1/4πε0 ഇറ്റ്സ് Q1 ബൈ R വെക്റ്റർ ഈ മൾട്ടിപ്ലൈഡ് ബൈ R വെക്റ്റർ ബൈ മോഡുലസ് R വെക്റ്റർ. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫോഴ്സ് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു ചാർജ് അവിടെ വെച്ചാൽ മാത്രമേ നമുക്ക് ഫോഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതായത് ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ എനിക്ക് ഫോഴ്സ് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഞാൻ അവിടെ ഒരു ചാർജ് വെക്കണം. ചാർജ് വെച്ചാൽ മാത്രമേ എനിക്ക് അവിടെ ഫോഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ചാർജ് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ
അവിടെ ഫോഴ്സ് ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, എന്ന് വിചാരിച്ച് അവിടെ ഒന്നുമില്ല, ആ സ്പേസിൽ ഒന്നും ഒരു കൈൻഡ് ഓഫ് ചേഞ്ചസും ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം ഇവിടെ ഒരു Q1 വെച്ചുകൊണ്ട് തന്നെ ഈ Q1ൻ്റെ ഇൻഫ്ലുവൻസ് ആ ഫോഴ്സിലുണ്ട്. അപ്പോൾ ആ കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ഈ R വെക്റ്റർ ഉണ്ടല്ലേ, ഈ R വെക്റ്റർ എന്ന് പറയുന്നത് മാറുന്നതനുസരിച്ച്, ഇപ്പോൾ ഇത് വേറൊരു ഇത് R1 വെക്റ്ററാണ്. അപ്പോൾ ഇവിടെ ഒരു ഫീൽഡ് ഉണ്ട്, ഇവിടെ ഒരു വാല്യൂ എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഫീൽഡ് ഉണ്ട് R2 വെക്റ്റർ. അപ്പോൾ എനിക്ക് ഏത് ഭാഗത്ത് വേണമെങ്കിലും എനിക്ക് ഫീൽഡ് ഡിഫൈൻ ചെയ്യാൻ പറ്റും വിത്ത് ദിസ് ക്വാണ്ടിറ്റി. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ വേറെ രീതിയിൽ നിങ്ങൾക്ക് ചിന്തിക്കാം, ഈ രീതിയിൽ ചിന്തിച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 1 കുളംബ് ഓഫ് ചാർജ്, അതിന് ടെസ്റ്റ് ചാർജ് എന്നാ പറയുക, 1 കുളംബ് ഓഫ് ചാർജ് ഞാൻ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവിടെ എത്ര ഫോഴ്സ് ഈ 1 കുളമ്പിന് എക്സേർട്ട് ചെയ്യും. അതായത് 1 കുളമ്പ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ Q1 ഇവിടെ ഉണ്ട്, അപ്പോൾ Q1 × 1/r², അതാണ് അതിൻ്റെ ഫോഴ്സ് എക്സേർട്ടഡ്. 1 കുളമ്പ് ഓഫ് ചാർജ് അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എത്ര ഫോഴ്സ് ആ 1 കുളമ്പ് ഓഫ് ചാർജിനെ എക്സേർട്ട് ചെയ്യും. അതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫോഴ്സ് എക്സേർട്ടഡ് ആണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, ആ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഏതൊരു ഭാഗത്തും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, 1 കുളമ്പ് ഓഫ് ചാർജ് ഇമാജിനറി ആണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ എപ്പോഴും അങ്ങനെ ചെയ്യുന്നല്ല ഉദ്ദേശിച്ചത്. ഒരു ഇമാജിനറി 1 കുളമ്പ് ഓഫ് ചാർജ് നമ്മൾ എല്ലാ പോയിന്റിലും വെച്ച് കഴിഞ്ഞാൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണ് ഇലക്ട്രിക് ഫീൽഡ്, അതിൻ്റെ ചുറ്റും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. സോ നിങ്ങൾക്കൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഇതൊരു പ്ലസ് ചാർജ് ആണെന്ന് വെച്ചോ, അപ്പോൾ ഞാനിവിടെ ഒരു 1 കുളമ്പ് ഓഫ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും. അതാണ് ആ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് പിന്നെയും കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയി റിപ്പൽ ചെയ്യും, കാരണം ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ കുറവാണ്, അതുകൊണ്ട് അത് സ്ട്രോങ്ങർ ആയിട്ട് റിപ്പൽ ചെയ്യും. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഡിഫൈൻ ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാർജിൻ്റെ ചുറ്റുമുള്ള ഇൻഫ്ലുവൻസ്, അതായത് എന്താണ് ആ ചാർജിൻ്റെ ചുറ്റുമുള്ള ഇൻഫ്ലുവൻസ് ഓഫ് ഫീൽഡ്, അതായത് ഒരു അപ് ടു ഇൻഫിനിറ്റിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ പറയുക. സോ ഏതൊരു പോയിന്റിലും ഏതൊരു വാല്യൂ ഓഫ് ആറിനും നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഇനി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സംഭവം. അപ്പോൾ ഇതിനെ നമ്മൾക്ക് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു ഇക്വേഷനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഇലക്ട്രിക് ഫീൽഡ്. സോ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P, ഓക്കെ, അറ്റ് P ഒരു വെക്റ്റർ അല്ല, ഒരു പോയിന്റ് ആണ്. സോ ഐ ഡോണ്ട് ഹാവ് ടു കീപ് ആരോ ഓൺ ടോപ്പ്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് P എന്ന് പറയുന്നത് എന്തെന്നാ, E = 1/4πε0. സോ ഇത് Q1 ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ Q1/r², ഡയറക്ഷൻ വെക്കണം r വെക്റ്റർ ബൈ മോഡുലസ് r. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P. സോ ഫോഴ്സ് ഓൺ, അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിലേക്ക് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, ഞാൻ ആ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അറ്റ് പോയിന്റ് P ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഞാൻ ആ ഇലക്ട്രിക് ഫീൽഡിലേക്ക് ചാർജ് Q2 കൊണ്ടുവരികയാണ്. Q2 കൊണ്ടുവരുന്ന സമയത്ത് സോ അവിടെ ഫോഴ്സ് എത്രയായിരിക്കും, ഫോഴ്സ് എന്ന് പറയുന്നത് Q2 × E ആയിരിക്കും അല്ലേ, ചിന്തിച്ച് നോക്ക്. സോ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഓൾറെഡി നമുക്ക് Q1 ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ ഇലക്ട്രിക് ഫീൽഡിലേക്ക് നമ്മൾ Q2 എന്ന ചാർജ് കൊണ്ടുവരുന്ന സമയത്ത് അതിന് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് Q2 × E ആണ്. സോ നിങ്ങളിത് മനസ്സിലാക്കുക, നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഇലക്ട്രിക് ഫീൽഡാന്ന് വെച്ചോ, ഇതൊരു ഇലക്ട്രിക് ഫീൽഡാണ്, ഇത് ഏതോ ഒരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ്. ഞാൻ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അറ്റ് എനി പോയിന്റ് ടെസ്റ്റ് ചാർജ് വെച്ചിട്ടാണ് നമുക്കത് കിട്ടിയത്. അങ്ങനെ ആ രീതിയിൽ നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഞാനൊരു ചാർജ് Qനെ കൊണ്ടുവരികയാണെങ്കിൽ ആ Qന് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യപ്പെട്ടും ആ ഫോഴ്സാണ് F = Q × E എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്തൊക്കെയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇപ്പോൾ 2-3 കാര്യങ്ങൾ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഞാനൊരു പോസിറ്റീവ് ചാർജാണ് കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ അത് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്കാണ് അത് മൂവ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒരു നെഗറ്റീവ് ചാർജാണ് കൊണ്ടുവന്നതെന്നുണ്ടെങ്കിൽ അത് ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡാണ് മൂവ് ചെയ്യുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാം, ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ഡിഫൈൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കുളമ്പ് ഓഫ് ചാർജ് ബേസ് ചെയ്തിട്ടാണ്, അതായത് +1 കുളമ്പ് ഓഫ് ചാർജ് ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ടാണ് ഡയറക്ഷൻ ഇങ്ങനെ ഉള്ളത്. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ ഇന്നൊന്നും ചെയ്തിട്ടില്ല, ആകെ ഈ ഒരു ഫോഴ്സ് ഇക്വേഷൻ എടുത്തു, അതിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ഇങ്ങനെ എഴുതി, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല പുതുതായിട്ട്.
സോ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നമ്മൾ രണ്ട് മൂന്ന് ഒരു കൈൻഡ് ഓഫ് പിക്ടോറിയൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു പോസിറ്റീവ് ചാർജ് എടുക്കുന്നു, എന്നിട്ട് ആ പോസിറ്റീവ് ചാർജിൻ്റെ ചുറ്റും ഇങ്ങനെ നമ്മളിങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് വരയ്ക്കാൻ നോക്കുകയാണ്. അപ്പോൾ എങ്ങനെ പോകും എന്നുള്ളത് ഇപ്പോൾ ഈ പഠിച്ച ഐഡിയ വെച്ചിട്ട് നമ്മൾ അത് ചെയ്യാൻ നോക്കുകയാണ്. അത് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ, അതാണ് ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത്. സോ ലെറ്റ് മീ ഇറേസ് ദിസ് പാർട്ട്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. നമുക്കൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചാർജ് ഉണ്ട്. ഓക്കെ, ഇതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ 2-3 പോയിൻറ്റ്സ് ചൂസ് ചെയ്യാണ്. അപ്പോൾ ഇതൊരു പോയിൻ്റ്, ഇതൊരു പോയിൻ്റ്, ഇതൊരു പോയിൻ്റ്, ഇങ്ങനെ ഒരു സർട്ടൻ നമ്പർ ഓഫ് പോയിൻറ്റ്സ് നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പോയിൻറ്റ്സിലെല്ലാം 1 coulomb ഓഫ് ചാർജ് വെക്കുവാണ്. അപ്പോൾ ഞാൻ ഇവിടെ 1 coulomb ഓഫ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 2 പോസിറ്റീവ് ചാർജസ് അല്ലേ, അത് തന്നെ റിപ്പൽ ചെയ്യും. സോ ഇത് ഇങ്ങനെ റിപ്പൽ ചെയ്യും. ഈ ലെങ്ത് ഓഫ് ദ ആരോ ഇൻഡിക്കേറ്റ്സ് ദ എക്സേർട്ടഡ് ഫോഴ്സ്, അതായത് ഇതിൻ്റെ ലെങ്ത്ത് ആണ് ഇതിൻ്റെ എത്ര ഇൻറ്റൻസ് ആയിട്ട് അത് പുഷ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, റിപ്പൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. സോ ഞാൻ ഈ 1 coulomb ഓഫ് ചാർജ് ഞാൻ ഇവിടെ വെച്ചു, പിന്നെ ഇവിടെ വെച്ചു. ഇത്രയും ഭാഗത്ത് വെക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, അതായത് ഇവിടെ ഒരു 1 coulomb ഓഫ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ടേക്ക് റിപ്പൽ ചെയ്യും. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതുമായിട്ട് ഈ റേഡിയലി ഔട്ട്വേർഡ് ആണ് ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പൽ ചെയ്യുന്ന ഡയറക്ഷൻ. ഓക്കെ, ഇങ്ങനെ റിപ്പൽ ചെയ്യും, ഇങ്ങനെയും റിപ്പൽ ചെയ്യും. ഓക്കെ, ഇനി ഞാനത് കുറച്ചുകൂടെ അകലെ ഈ ഒരു പോയിന്റിൽ വെച്ചു. ഇതിൻ്റെ കുറച്ച് അകലെയായിട്ടുള്ള പോയിന്റ്സ് ചൂസ് ചെയ്തു. ഇനി നോക്കാം, ഇനി ഇത് അകന്നുകൊണ്ട് എന്താ സംഭവിക്കുക? അതായത് ഈ പോസിറ്റീവ് ചാർജസ് ഇവിടെ കുറച്ചുകൂടെ അടുത്തിട്ടായിരുന്നു. ഇപ്പം ഇവിടെ എത്തിയ സമയത്ത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടി. അപ്പം ഞാൻ ഇവിടെ ഒരു 1 coulomb ഓഫ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്രയും മാത്രം റിപ്പൽ ചെയ്യത്തില്ല, അതായത് ഇത്രയും ഫോഴ്സിൽ ഇതിനെ റിപ്പൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് കുറച്ച് ഫോഴ്സിൽ റിപ്പൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത്രയും എമൗണ്ട് ഓഫ് ഫോഴ്സിൽ മാത്രമേ അത് റിപ്പൽ ചെയ്യത്തുള്ളൂ. അപ്പോൾ ചെറിയൊരു ലൈനാണ് നമ്മൾ വരയ്ക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ റിപ്പൽ ചെയ്യും. ഇനി ഇവിടെയും ഇതേപോലെ തന്നെ ചെറുതായിട്ടാണ് റിപ്പൽ ചെയ്യുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ വേറൊരു പോയിന്റ് ചൂസ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ചൂസ് ചെയ്തു. അപ്പോൾ അവിടെ ആകുന്ന സമയത്ത് പിന്നെയും ഡിസ്റ്റൻസ് കൂടി, പോസിറ്റീവ് ചാർജിൻ്റെ കുറച്ചുകൂടെ അകന്നു പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്തതിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. സോ ഇവിടെ കുറച്ചേ റിപ്പൽ ചെയ്യത്തുള്ളൂ, ഇത്രയും റിപ്പൽ ചെയ്യും. അപ്പോൾ ഇവിടെ ഇതേപോലെ തന്നെ കുറച്ചേ റിപ്പൽ ചെയ്യത്തുള്ളൂ. സോ ഹിയർ ഓൾസോ കുറച്ചേ റിപ്പൽ ചെയ്യത്തുള്ളൂ. അപ്പം നേരത്തെ അത്രയും റിപ്പൽ ചെയ്യില്ല. ഓക്കെ, സോ ഇങ്ങനൊരു പിക്ചറായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഈ പിക്ചറിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പോയിന്റിൻ്റെയും അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര ഫോഴ്സിലാണ് ഇത് പുഷ് ചെയ്യുന്നതെന്ന് റിപ്പല് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു പിക്ചറിന് പകരം നമ്മൾ വേറൊരു പിക്ചറാണ് യൂസ് ചെയ്യുന്നത്. ആ പിക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ ആരോസ് വരയ്ക്കുന്നതിന് പകരം നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഈ ആരോസ് എല്ലാം കൂടി ജോയിൻ ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 2 കാര്യങ്ങൾ, ഒന്ന് നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്, മറ്റൊന്ന് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും രണ്ടും ഞാൻ പറയാം. സോ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പോയിന്റിലും, ഇപ്പോൾ ഏത് പോയിന്റ് ഞാൻ ചൂസ് ചെയ്താലും ആ പോയിന്റിലുള്ള ഡയറക്ഷൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഏത് ഡയറക്ഷനിലാണ് ഇത് പുഷ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താ എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ വരച്ച സമയത്ത് എത്ര എമൗണ്ട് ഓഫ് ഫോഴ്സ് ആണ് ഇവിടെ എക്സേർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതായത് അതിൻ്റെ ലെങ്ത് നമുക്ക് ഉണ്ടായിരുന്നു. ആ ലെങ്ത് ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാം ഇത് ഇൻറ്റൻസ് ആണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, അതായത് അതിൻ്റെ ലെങ്ത് ഇൻഡിക്കേറ്റ്സ് ഫോഴ്സ് എന്ന രീതിയിലായിരുന്നു നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഈ ഒരു കാര്യം നമുക്ക്, അതായത് ഈ ഒരു അറ്റ് എവറി പോയിന്റ്, നമുക്ക് ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ എങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് പോയിന്റ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഒരു പിക്ചർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് പോസിറ്റീവ്. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു ലൈൻസിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് ഇങ്ങനെ പറയുക. അപ്പോൾ പോസിറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് റേഡിയലി ഔട്ട്വേർഡ് ആണ്. ഈ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. അതായത് നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അറ്റ് എനി പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ
ഒരു 1 കൂളംബ് ഓഫ് ചാർജ് എടുക്കുക, ഒരു +1 കൂളംബ് ഓഫ് ചാർജ് എടുക്കുക, അവിടെ വെക്കുക. എന്നിട്ട് അതിൻ്റെ അടുത്ത് ഇപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിനെങ്ങനെ റിപ്പൽ ചെയ്യും, അങ്ങോട്ടത്തേക്ക് പുഷ് ചെയ്ത് മാറ്റും. ഇത്രയാണ് അറിയേണ്ടത്. ഇനി നമ്മൾ നെഗറ്റീവ് ചാർജിൻ്റെയും ഇതേ രീതിയിൽ തന്നെ ഒന്ന് നോക്കും, അതെങ്ങനെ ഇരിക്കും നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. സോ ഈ ഒരു കേസിനകത്ത് ഇനി നെഗറ്റീവ് ചാർജസിൻ്റെ കേസിലാവുമ്പോൾ, ഇപ്പോൾ നെഗറ്റീവ് ചാർജ്, എനിക്കൊരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ 2-3 സ്ഥലങ്ങളിലേക്ക് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുകയാണ്. സോ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പോയിൻ്റ് എടുത്തു, ഈ ഒരു പോയിൻ്റ് എടുത്തു, ഈ ഒരു പോയിൻ്റ്, അഗെയിൻ ദിസ് പോയിൻ്റ്, ഇങ്ങനത്തെ ഈ പൊസിഷൻസ് ഞാൻ ചൂസ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പൊസിഷൻസിലെല്ലാം ഞാൻ 1 കൂളംബ് ഓഫ് ചാർജ് വെക്കുക. +1 കൂളംബ് ഓഫ് ചാർജാണ് വെക്കുന്നത്, പ്ലസ് ആണ് മറക്കല്ലേ. സോ +1 കൂളംബ് ഓഫ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിനെ ഇങ്ങോട്ടത്തേക്ക് അട്രാക്ട് ചെയ്യപ്പെടും, ഇത് ഇങ്ങോട്ടത്തേക്ക് അട്രാക്റ്റഡ് ആവും. ഓക്കെ, ഇത് അട്രാക്റ്റഡ് ആവും. ഓക്കെ, ഇത് അട്രാക്റ്റഡ് ആയി പോകും. ഇനി നിങ്ങൾ കുറച്ചുകൂടെ അകലെ നെക്സ്റ്റ് പോയിന്റ്, അതിപ്പം ഈ ഒരു ഭാഗമാണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അട്രാക്റ്റഡ് ആവും, പക്ഷെ നോട്ട് അപ് ടു ദിസ് മച്ച്. അതായത് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയുമല്ലോ, കുറച്ച് ഇൻറ്റൻസിറ്റി കുറയും, കാരണം ഡിസ്റ്റൻസ് കൂടുന്നുണ്ട്. ഒരു ചാർജിൻ്റെ ഇതിൽ നിന്ന് അകന്ന് മാറുന്നുണ്ട്, അതുകൊണ്ട് ഡിസ്റ്റൻസ് കുറച്ച് കുറവായിരിക്കും. സോ നമ്മൾ ഇവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചേ ഇതാവുള്ളൂ, ഇവിടെ നോക്കുമ്പോൾ കുറച്ചേ ഇതാവുന്നുള്ളൂ, ഇവിടെയും കുറച്ച്. ആൻഡ് അഗെയിൻ ഇത് ഈ ഡയറക്ഷൻ സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റിലും കുറവായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ഇനി അകന്നു പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുക? പിന്നെയും ഡയറക്ഷൻ സെയിം ആയിരിക്കും, പക്ഷേ അത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് പിന്നെയും കുറയും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ ആയിരിക്കും ഇതിനെ അട്രാക്ട് ചെയ്യപ്പെടുക. അതായത് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജിനെ അട്രാക്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് തന്നെയാണ് ഐഡിയ. സോ ഇങ്ങനെ ചെറിയ ചെറിയ ഫോഴ്സസ്. ഇനി നിങ്ങൾ പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഈ മറ്റേ ആരോൻ്റെ വലുപ്പം പിന്നെയും കുറയും. അതിനർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റൻസിറ്റി പിന്നെയും കുറയാമെന്നതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ ഈ ഒരു ഐഡിയ നമ്മളെല്ലാം കൂടെ ജോയിൻ ചെയ്യാണ്. സോ ഈ ഒരു ഐഡിയ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും കൊണ്ട് നമുക്ക് കിട്ടുന്നതും ലാക്ക് ചെയ്യുന്നതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് എന്ന ഐഡിയ ഇതിന്ന് കംപ്ലീറ്റ്ലി പോയി. പക്ഷേ നമുക്ക് ഏതൊരു പോയിന്റ് എടുത്താലും, ഇപ്പോൾ ഈ ഒരു പോയിന്റ് എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അങ്ങോട്ടത്തേക്കാണ്, ടുവേർഡ്സ് ദി സെൻറ്റർ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഈ പിക്ചറിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനി നമ്മൾ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് ചാർജ് വെക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക എന്നും കൂടെ നോക്കാം. സോ അത് നിങ്ങൾക്ക് ചിലപ്പോൾ വരയ്ക്കാനായിട്ട് ചോദിക്കാം. സോ യു ഹാവ് ടു ബി കെയർഫുൾ. 2 കേസസും കൂടെ നോക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് എനിക്കുണ്ട്, ഇവിടെ എനിക്കൊരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ്, ഇതിൻ്റെ ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കി വെക്കുക, ഈ പോസിറ്റീവ് ചാർജിൻ്റെ അടുത്ത്, അതായത് വളരെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒരു പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് റിപ്പൽ ചെയ്യും, നോ മാറ്റർ വാട്ട്, അത് റിപ്പൽ ചെയ്യും. സോ നമ്മളിവിടെ ഇതിൻ്റെ ചുറ്റുമുള്ളത് ഇങ്ങനെ തന്നെ ആയിരിക്കും, ഒരു മാറ്റം ഉണ്ടാകത്തില്ല. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെ ഈ ഒരു കേസിനകത്ത് നെഗറ്റീവ് ചാർജ് ഇതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഒരു പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വളരെ അടുത്തായതുകൊണ്ട് തന്നെ അതിനെല്ലാം അട്രാക്ട് ചെയ്യും. സോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ബാക്കിയുള്ള ഡയറക്ഷനിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഞാൻ ഇവിടെ ഇപ്പോൾ ലെറ്റ്സ് ഞാൻ ഇവിടെ ഒരു ചാർജ് വെച്ചെന്ന് വെച്ചോ, ഇവിടെ ഒരു 1 കൂളംബ് ഓഫ് ചാർജ് വെച്ചു, അതെങ്ങോട്ടത്തേക്കാണ് പുഷ് ചെയ്യുക? ഈ 1 കൂളംബ് ഓഫ് ചാർജിനെ ഇത് റിപ്പൽ ചെയ്യും, അതായത് ഈ പോസിറ്റീവ് ചാർജ് ഇതിനെ റിപ്പൽ ചെയ്യും, നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇതിനെ അട്രാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതായിരിക്കും ദ പാത്ത്. അതായത് ഇവിടെ ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ഒരു പോസിറ്റീവ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഡയറക്ഷനിലായിരിക്കും അതിന് ഫോഴ്സ് എക്സേർട്ട് ചെയ്യപ്പെടുക. ഇനി ഇവിടെ കൊണ്ടുവച്ചു, ഓക്കെ, ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതായത് പോസിറ്റീവ് ചാർജ് ഇതിനെ ഇങ്ങോട്ടത്തേക്ക് റിപ്പൽ ചെയ്യും, ഓക്കെ, റേഡിയലി ഔട്ട്വേർഡായിട്ട് റിപ്പൽ ചെയ്യും. നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇതിനെ അട്രാക്ട് ചെയ്യും, ഇതിനെ നേരെ ഇങ്ങോട്ടത്തേക്ക് അട്രാക്ട് ചെയ്യും. സോ ഒരാൾ അങ്ങോട്ടത്തേക്ക് പുഷ് ചെയ്യുന്നു, ഒരാൾ ഇങ്ങോട്ടത്തേക്ക് പുള്ള് ചെയ്യുന്നു. അപ്പോൾ അതെന്താ സംഭവിക്കുക? അതൊരു ഇൻ്റർമീഡിയറ്റ് പാത്ത്, അതായത് ഇതിൻ്റെ രണ്ടിൻ്റെ നടുക്കുള്ളൊരു പാത്തിൽ കൂടെ പോകും. ഇനി ഇവിടെ എത്തി, ഇവിടെ ഒരു ചാർജ് ഞാൻ കൊണ്ടുവച്ചു, ഓക്കെ, അവിടെ ഒരു ചാർജ് വെക്കുന്ന സമയത്ത് അഗെയിൻ ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇതിനെ റിപ്പൽ ചെയ്യും,
ഓക്കെ. നെഗറ്റീവ് ചാർജ് ഇതിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ എഗെയിൻ ഈ ഡയറക്ഷനിലായിരിക്കും എനിക്ക് നെറ്റ് ഫോഴ്സ് ഉണ്ടാവുക. ഇത് ഫോഴ്സ് എക്സർട്ടഡ് ബൈ പ്ലസ് ആൻഡ് ഫോഴ്സ് എക്സർട്ടഡ് ബൈ മൈനസ്. എഗെയിൻ ഇതും ഫോഴ്സ് എക്സർട്ടഡ് ബൈ പ്ലസ്, ഫോഴ്സ് എക്സർട്ടഡ് ബൈ മൈനസ്. അപ്പോൾ ആൻഡ് ഇവിടെ എത്തിക്കഴിഞ്ഞാലോ, ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നോക്കി നോക്ക്, ഈ പോസിറ്റീവ് ചാർജ് എഗെയിൻ റിപ്പൽ ചെയ്യും. ഇതാണ് എഫ് പ്ലസ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യും. സോ അറ്റ് ദ എൻഡ് എനിക്ക് ഫോഴ്സ് കിട്ടുന്നത് ഇങ്ങോട്ടേക്ക്, ഇത് നെഗറ്റീവ് ചാർജ്. ഓക്കെ. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യാം. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും. ഓക്കെ. താഴത്തും നിങ്ങൾ ഇതേ കേസ് ഇപ്പോൾ ഇവിടെ നിങ്ങളൊരു ചാർജ് വെച്ചു, ഒരു 1 കുളമ്പ് ചാർജ് വെച്ചു, അതിനെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും, ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്യും. പുള്ളി എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും, നെഗറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്യും. സോ അറ്റ് ദ എൻഡ് ഇയാൾ ഇങ്ങോട്ടേക്കായിരിക്കും മൂവ് ചെയ്യുക കുറച്ച്. ഇനി ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ സെയിം. ഇപ്പോൾ പോസിറ്റീവ് ചാർജ് ഇതിനെ റിപ്പൽ ചെയ്യും, നെഗറ്റീവ് ചാർജ് ഇതിനെ അട്രാക്ട് ചെയ്യും. സോ ഇത് ഇങ്ങനെ പോകും. സോ ഇതൊരു പാത്ത് എടുക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ. സോ ഇവിടെ നിങ്ങൾ ഇതേപോലെ തന്നെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു പിക്ചർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ. സോ ഈ ഒരു രീതിയിലുള്ളൊരു പിക്ചർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇതിൻ്റെ ഒരു കുറച്ചുകൂടെ ബെറ്റർ പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും. സോ അറ്റ് ദ ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സിലൊക്കെ ഇതേപോലത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. സോ ഇതാണ് ഈ പോസിറ്റീവ് നെഗറ്റീവ് കോമ്പിനേഷനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇലക്ട്രിക് ഡൈപോൾ. സോ 2 ഈക്വൽ ചാർജസ് സെപ്പറേറ്റഡ് ബൈ സം ഡിസ്റ്റൻസ്. ഈ ഒരു കേസിനകത്ത് ഇതായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ. സോ ഇത്രയും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇപ്പോൾ ഇതൊരു പിക്ചറാണ്, ഒരു കൈൻഡ് ഓഫ് വിഷ്വൽ പിക്ചറാണ്. ഇനി നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഡെഡ്യൂസ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വളരെ 2 ഇമ്പോർട്ടൻ്റ് ആയ പ്രൂഫ്സ് ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. സോ സീ യു ഗൈസ്, ബൈ.